വളരെ സുഖകരമായി വലതുവശം ചെരിഞ്ഞ് മലർന്ന ശവാസനത്തിൽ ഇങ്ങനെ കിടക്കുക. പാദങ്ങളൊക്കെ ഹിപ്പിനേക്കാൾ കുറച്ച് വൈഡായിട്ട് വയ്ക്കാം. പാദങ്ങൾ അയഞ്ഞു വിശ്രമിക്കട്ടെ. ഇരു കാലുകളും വിശ്രമിക്കട്ടെ. കൈകൾ കൈപ്പത്തി മലർത്തി ശരീരത്തിൽ നിന്നും കുറച്ച് വിട്ടുവയ്ക്കാം. തലഭാഗം വളരെ സുഖകരമായി തറയിൽ വിശ്രമിക്കട്ടെ. കാൽപാദങ്ങൾ മുതൽ തലവരള്ള ഭാഗം മൊത്തത്തിൽ മനസ്സുകൊണ്ട് കാണാം. എല്ലാ ശരീരഭാഗങ്ങളും ആഴത്തിൽ അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കട്ടെ. ശ്വാസം സാധാരണഗതിയിൽ നടന്നുകൊള്ളട്ടെ. മറ്റുള്ള ചിന്തകൾ മുഴുവനായി മാറ്റിവെക്കുക. സ്വന്തം ശരീരത്തിലേക്കും ശ്വാസത്തിലേക്കും പരമാവധി ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം, ഇടമുറിയാതെ. സാവധാനം വലത് കാൽപാദം ശ്രദ്ധിക്കാം. ഒരു സ്റ്റെപ്പ് കൂടെ സുഖകരമായി വിശ്രമിക്കട്ടെ. വലത് കാൽമുട്ട് ഒന്നുകൂടെ അയഞ്ഞിരിക്കട്ടെ. വലത് ഭാഗം തുടപേശികൾ ഒരു സ്റ്റെപ്പ് കൂടെ അയഞ്ഞിരിക്കട്ടെ. വലത് ഭാഗം ഹിപ്പ് പേശികൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ആഴത്തിൽ അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കട്ടെ. വലത് പാദം മുതൽ വലത് ഹിപ്പ് വരെ ഒരേപോലെ ശ്രദ്ധിക്കുക. എല്ലാ പേശികളെയും ശ്രദ്ധിക്കുക. എല്ലാ പേശികളിലേക്കും ശ്രദ്ധ കൊടുത്ത് ഒരേപോലെ ഒന്നുകൂടെ ശാന്തമായി വിശ്രമിക്കട്ടെ. ഒരു സാധാരണ ശ്വാസം ഉള്ളോട്ടെടുക്കാം. സാവധാനം പുറത്തു വിടുക. മറ്റൊരു ശ്വാസം ഉള്ളോട്ട്. സാവധാനം പുറത്തോട്ട്. വീണ്ടും ഒരു ശ്വാസം ഉള്ളോട്ടെടുക്കാം. വളരെ സാവധാനം പുറത്തോട്ട്. വളരെ സാവധാനം ഇടത് പാദത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ഇടത് പാദം ഒരു സ്റ്റെപ്പ് കൂടെ അയഞ്ഞു വിശ്രമിക്കുന്നു. ഇടത് കാൽമുട്ടിലേക്ക് ശ്രദ്ധിക്കാം. ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് അയച്ചിടാം. ഇടത് ഭാഗം തുടപേശികൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. കഴിയുന്നത്ര അയഞ്ഞു വിശ്രമിക്കട്ടെ. ഇടത് ഭാഗം ഇടുപ്പ് ശ്രദ്ധിക്കാം. മുഴുവൻ പേശികളും അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കട്ടെ. ഇനി ഇടത് പാദം മുതൽ ഇടത് ഇടുപ്പ് വരെ ഒരേപോലെ ശ്രദ്ധിക്കാം. കഴിയുന്നത്ര ഇടത് കാലിലെ മുഴുവൻ പേശികളിലെയും ഒരേപോലെ വിശ്രമിക്കാൻ അനുവദിക്കാം. ഇടത് കാല് ആഴത്തിൽ വിശ്രമിക്കട്ടെ. ഒരു സാധാരണ ശ്വാസം ഉള്ളോട്ടെടുക്കാം. ശാന്തമായി പുറത്തു വിടുക. മറ്റൊരു ശ്വാസം സാവധാനം ഉള്ളോട്ട്. വളരെ സാവധാനം പുറത്തോട്ട്. വീണ്ടും സാവധാനം ശ്വാസം ഉള്ളോട്ട്. വളരെ സാവധാനം പുറത്തോട്ട്. പതുക്കെ സാധാരണ ശ്വാസ താളത്തിലേക്ക് മടങ്ങാം. സാവധാനം വയറിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാം.
വയറിൻ്റെ ഭാഗത്തെ മുഴുവൻ പേശികളിലേക്കും ശ്രദ്ധയെ കൊണ്ടുവരാം. മുഴുവൻ പേശികളും അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കട്ടെ. വയറിൻ്റെ ചലനങ്ങളെ ശ്രദ്ധിക്കാം. ശ്വാസം ശാന്തമായി ഉള്ളോട്ടെടുക്കുമ്പോൾ സാവധാനം വയറ് ഉയരുന്നു. ശ്വാസം സാവധാനം പുറത്തുവിടുമ്പോൾ സാവധാനം വയറ് താഴുന്നു. വയറിൻ്റെ ചലനങ്ങളെ ശ്രദ്ധിക്കാം. ശ്വാസഗതിക്കനുസരിച്ച് കൃത്യമാക്കി വയ്ക്കാം. നമുക്ക് ഉള്ളോട്ടെടുക്കുന്ന ശ്വാസവും നിങ്ങൾക്ക് ഓരോ ശ്വാസവും ഊർജം പ്രദാനം ചെയ്യുമ്പോൾ പുറത്തുവിടുന്ന ഓരോ ശ്വാസവും നിങ്ങളിലെ അൺവാണ്ടഡ് കെമിക്കൽസ് പുറന്തള്ളുന്നു. ശരീരം ക്ലീനായിക്കൊണ്ടിരിക്കുന്നു. ഉള്ളോട്ട് വരുന്ന ഓക്സിജൻ അടങ്ങിയ പ്രാണവായു പ്രകാശരൂപത്തിൽ ഉള്ളോട്ട് വരുന്നു. വയറിൻ്റെ ഭാഗത്തെ കോശങ്ങളിലേക്കും കോണുകളിലേക്കും മറ്റ് ശരീരഭാഗങ്ങളിലേക്കും പ്രകാശരൂപത്തിൽ പ്രാണവായു വ്യാപിക്കുന്നു. ആ ഭാഗത്തുള്ള അൺവാണ്ടഡ് കെമിക്കൽസ് കറുത്ത പുകയായി പുറന്തള്ളുന്നു. ശരീരം കൂടുതൽ കൂടുതൽ ക്ലീനായിക്കൊണ്ടിരിക്കുന്നു. ഉള്ളോട്ട് ശ്വാസം എടുക്കുമ്പോൾ പ്രാണവായു ഓക്സിജൻ അടങ്ങിയത് പ്രകാശരൂപത്തിൽ മൂക്കിലൂടെ ഉള്ളോട്ട് വരുന്നു. നെഞ്ചിലേക്കും വയറിലേക്കൊക്കെ വ്യാപിക്കുന്നു. കോശങ്ങളിലെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ശ്വാസം പുറത്തു വിടുമ്പോൾ കറുത്ത പുകയായിട്ട് അൺവാണ്ടഡ് കെമിക്കൽസ് പുറന്തള്ളുന്നു. ശരീരം ക്ലീനായിക്കൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറും ഈ പ്രക്രിയ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ശരീരത്തിലെ ഓരോ കോശങ്ങളിലെയും അവയവങ്ങളിലെയും മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴൊക്കെ മനസ്സും ശരീരവും ശാന്തമായിരിക്കുന്നുവോ ഈ മെയിൻ്റനൻസ് കൂടുതൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, ഭക്തിപൂർവം സന്തോഷിക്കുക, സമാധാനിക്കുക, സ്ഥിരീകരിക്കുക. കൂടുതൽ കൂടുതൽ പ്രാണവായു പ്രകാശരൂപത്തിൽ വയറിൻ്റെ ഭാഗത്തെ എല്ലാ കോണുകളിലേക്കും കോശങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. എല്ലാ കോശങ്ങളും അവയവങ്ങളും എനർജറ്റിക് ആയിരിക്കുന്നു, കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഭക്തിപൂർവ്വം തിരിച്ചറിയാം, സന്തോഷിക്കാം. സാവധാനം നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. നെഞ്ചിൻ്റെ ഭാഗത്തെ മുഴുവൻ പേശികളിലേക്കും ശ്രദ്ധ കൊടുക്കാം. മുഴുവൻ പേശികളും അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കട്ടെ. നെഞ്ചിൻ്റെ ഭാഗത്തെ ആന്തരിക അവയവങ്ങളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ഉള്ളോട്ടെടുക്കുന്ന ഓരോ ശ്വാസവും പ്രകാശരൂപത്തിൽ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഓരോ കോശങ്ങളിലേക്കും അവയവങ്ങളിലേക്കും പ്രാണവായു പ്രകാശരൂപത്തിൽ വ്യാപിക്കുന്നു. കൂടുതൽ കൂടുതൽ ചൈതന്യം, പ്രകാശം, എനർജി നെഞ്ചിൻ്റെ ഓരോ കോണുകളിലേക്കും കോശങ്ങളിലേക്കും വ്യാപിക്കുന്നു. ശ്വാസം പുറത്തു വിടുമ്പോൾ ആ ഭാഗത്തുള്ള അൺവാണ്ടഡ് കെമിക്കൽസ് കറുത്ത പുകയായി പുറന്തള്ളുന്നു. മനസ്സുകൊണ്ട് കാണുക, ഭാവിക്കുക. ശരീരം കൂടുതൽ കൂടുതൽ എനർജറ്റിക് ആവുന്നു. ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ, ശ്വാസം പുറത്തു വിടുമ്പോൾ ശരീരം കൂടുതൽ കൂടുതൽ ശുദ്ധമായിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഭക്തിപൂർവം തിരിച്ചറിയാം, സന്തോഷിക്കാം, സമാധാനിക്കാം, സ്ഥിരീകരിക്കാം. കൂടുതൽ കൂടുതൽ പ്രാണവായു പ്രകാശരൂപത്തിൽ നെഞ്ചിൻ്റെ ഉള്ളിലോട്ട് വരുന്നു. എല്ലാ കോണുകളിലേക്കും കോശങ്ങളിലേക്കും ഈ ചൈതന്യം പ്രകാശരൂപത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു.
കോശങ്ങളിലെ അവയവങ്ങളിലെ മെയിൻ്റനൻസ് വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. ശ്വാസം പുറത്തു വിടുമ്പോൾ ആ ഭാഗത്തുള്ള അൺവാണ്ടഡ് കെമിക്കൽസ് കറുത്ത പുകയായി പുറന്തള്ളുന്നു. കൂടുതൽ കൂടുതൽ ശരീരം ക്ലീനായിക്കൊണ്ടിരിക്കുന്നു. പ്രതിരോധ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. എല്ലാ കോശങ്ങളിലെയും അവയവങ്ങളിലെയും മെയിൻ്റനൻസ് ശാന്തമായും കൃത്യമായും നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും കൂടുതൽ കൂടുതൽ പ്രാണവായു പ്രകാശരൂപത്തിൽ നെഞ്ചിലേക്കും ഓരോ കോണുകളിലേക്കും കോശങ്ങളിലേക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ പ്രകാശരൂപത്തിൽ ചൈതന്യം വ്യാപിക്കുന്നു. ആ ഭാഗത്തുള്ള അൺവാണ്ടഡ് കെമിക്കൽസ് കറുത്ത പുകയായി പുറന്തള്ളുന്നു. ശരീരം മൊത്തത്തിൽ എനർജറ്റിക് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഭാഗത്തെയും ടോക്സിൻസ് അൺവാണ്ടഡ് കെമിക്കൽസ് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു. ഭക്തിപൂർവ്വം തിരിച്ചറിയാം, സന്തോഷിക്കാം, സമാധാനിക്കാം. നെഞ്ചിൻ്റെ ഭാഗത്തെ ഓരോ കോണുകളിലേക്കും കോശങ്ങളിലേക്കും പ്രാണവായു പ്രകാശരൂപത്തിൽ വ്യാപിക്കുന്നു. കോശങ്ങളിലെയും അവയവങ്ങളുടെയും പ്രവർത്തനം കൃത്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാം. ആ ഭാഗത്ത് പൂർണ്ണമായിട്ട് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അൺവാണ്ടഡ് കെമിക്കൽസ് കറുത്ത പുകയായി പുറന്തള്ളിയിരിക്കുന്നു ഓരോ ശ്വാസം പുറത്തു വിടുമ്പോൾ എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാം, സന്തോഷിക്കാം, സമാധാനിക്കാം, സ്ഥിരീകരിക്കാം ഭക്തിപൂർവ്വം. സാവധാനം ശ്രദ്ധയെ ഇരു തോളുകളിലേക്കും കൊണ്ടുവരാം. തോൾഭാഗത്തെ പേശികൾ, എല്ലുകൾ, ഞരമ്പുകൾ ആഴത്തിൽ വിശ്രമിക്കുന്നു. പ്രാണശക്തി കൂടുതൽ കൂടുതൽ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്നു. സാവധാനം പുറം ഭാഗത്തെ പേശികളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. പുറം ഭാഗത്തെ മുഴുവൻ പേശികളും അയഞ്ഞു വിശ്രമിക്കുന്നു. ഓരോ ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോഴും പ്രകാശരൂപത്തിൽ എനർജി പുറം ഭാഗത്തെ മുഴുവൻ പേശികളിലേക്കും ഞരമ്പുകളിലേക്കും വ്യാപിക്കുന്നു. ശ്വാസം പുറത്തു വിടുമ്പോൾ ആ ഭാഗത്തുള്ള അൺവാണ്ടഡ് കെമിക്കൽസ് പുറന്തള്ളുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഭക്തിപൂർവം തിരിച്ചറിയാം, സന്തോഷിക്കാം, സമാധാനിക്കാം, സ്ഥിരീകരിക്കാം. സാവധാനം വലത് കൈമുട്ടിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. വലത് കൈപ്പത്തി, വിരലുകൾ, നഖങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. വലത് കൈ മുഴുവനായും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. വലത് കൈയിലെ മുഴുവൻ പേശികളും ആഴത്തിൽ അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കട്ടെ. ഓരോ പ്രാവശ്യം ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോഴും പ്രാണവായു പ്രകാശരൂപത്തിൽ ശരീരത്തിലേക്ക് വരുന്നു, വ്യാപിക്കുന്നു. ഓരോ പ്രാവശ്യം ശ്വാസം പുറത്തു വിടുമ്പോഴും അൺവാണ്ടഡ് കെമിക്കൽസ് പുറന്തള്ളുന്നു. വളരെ സാവധാനം ഇടത് കൈമുട്ടിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ഇടത് കൈപ്പത്തി, വിരലുകൾ, നഖങ്ങൾ മുഴുവനായും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇടത് കൈ ആഴത്തിൽ അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കട്ടെ. ഉള്ളോട്ടെടുക്കുന്ന ഓരോ ശ്വാസവും പ്രകാശരൂപത്തിൽ ചൈതന്യം ശരീരഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഓരോ പ്രാവശ്യം ശ്വാസം പുറത്തു വിടുമ്പോഴും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു, നമുക്ക് ആശ്വാസം ലഭിക്കുന്നു. പതുക്കെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. കഴുത്തിലെ മുഴുവൻ പേശികളും അയഞ്ഞു വിശ്രമിക്കട്ടെ.
നെഞ്ചിൻ്റെ മേൽഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. സാധാരണ ശ്വാസം സാവധാനം ഉള്ളോട്ട് വരട്ടെ. സാവധാനം ശ്വാസം പുറത്ത് പോട്ടെ. വീണ്ടും ഒരു ശ്വാസം ഉള്ളോട്ടെടുക്കാം. സാവധാനം പുറത്തോട്ട്. മറ്റൊരു ശ്വാസം ശാന്തമായി ഉള്ളോട്ട് വരുന്നു. വളരെ സാവകാശം ശ്വാസത്തെ പുറത്തു വിടാം. സാധാരണ ശ്വാസതാളത്തിലേക്ക് മടങ്ങാം. സാവധാനം താടിയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. പേശികൾ ശ്രദ്ധിക്കുക. മുഴുവനായും അയഞ്ഞിരിക്കട്ടെ. ചുണ്ടുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ചുണ്ടുകൾ ആഴത്തിൽ വിശ്രമിക്കുന്നു. സാവധാനം കവിളുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. കവിളുകൾ, ആ ഭാഗത്തെ പേശികൾ അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കട്ടെ. സാവധാനം മൂക്കിൻ്റെ ഭാഗം, ചുറ്റുഭാഗത്തെ പേശികൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആഴത്തിൽ അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കട്ടെ. സാവധാനം കൺപോളകൾ, കണ്ണുകൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കൺപോളകളും കണ്ണുകളും സുഖകരമായി അയഞ്ഞു വിശ്രമിക്കട്ടെ. കൺപോളകളും കണ്ണുകളും ചലിപ്പിക്കാതെ വയ്ക്കാൻ നമുക്ക് പരമാവധി. കണ്ണുകളുടെ തിളക്കം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ കൂടുതൽ കൂടുതൽ തിളങ്ങുന്നത് ശ്രദ്ധിക്കുക. സാവധാനം പുരികക്കൊടികളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. പുരികക്കൊടികൾ ആഴത്തിൽ അയഞ്ഞു വിശ്രമിക്കട്ടെ. സാവധാനം നെറ്റിയുടെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. നെറ്റിയുടെ ഭാഗം അയഞ്ഞു വിശ്രമിക്കട്ടെ. ആ ഭാഗത്തെ എല്ലാ ചുളിവുകളും മാറ്റിവെക്കാം. നെറ്റിയുടെ ഭാഗം വിടർന്നിരിക്കട്ടെ, വിരിഞ്ഞിരിക്കട്ടെ. മുഖത്തെ മുഴുവൻ പേശികളിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. മുഖത്തെ മുഴുവൻ പേശികളും മുഴുവനായും അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കുന്നു. മുഖത്ത് ഒരു ചൈതന്യം കൊണ്ടുവരാം. നമുക്ക് ഒരു പ്രസന്നഭാവം കൊണ്ടുവരാം ഭക്തിപൂർവം. ഈ പ്രസന്നഭാവം നിലനിർത്താൻ നമുക്ക് സാവധാനം തലയുടെ മേൽഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. തലയുടെ പിൻഭാഗം, ചെവികളുടെ ഭാഗം, തലഭാഗം മുഴുവനായും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. തലഭാഗം ആഴത്തിൽ അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കട്ടെ. ശരീരവും മനസ്സും കൂടുതൽ കൂടുതൽ ശാന്തമായിരിക്കട്ടെ. മനസ്സ് പ്രസന്നമായിരിക്കട്ടെ. ശാരീരികമായും മാനസികമായും കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് പോകാം കുറച്ചു നേരത്തേക്ക്. സാവധാനം ശ്വാസഗതിയിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാം. പതുക്കെ ശരീരത്തിലേക്കും ശ്രദ്ധയെ കൊണ്ടുവരാം. ശരീരചലനങ്ങൾ ശ്രദ്ധിക്കുക. കാൽവിരലുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. സാവധാനം അനക്കി നോക്കാം. പാദങ്ങൾ, കാലുകൾ അനക്കി നോക്കാം. കൈകളിലേക്ക്, വിരലുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൈവിരലുകൾ, കൈപ്പത്തികൾ, കൈകൾ പതുക്കെ അനക്കുക. സാവധാനം പാദങ്ങൾ അടുപ്പിച്ച് വയ്ക്കുക. മറ്റൊരു ശ്വാസം എടുത്ത് പറ്റുമെങ്കിൽ കൈകൾ വിടർത്തി തലയുടെ മേലെ കൊണ്ടുപോയി കോർത്ത് പിടിക്കുക, മറിച്ച് പിടിക്കുക, ബലം കൊടുക്കുക. ഇനി ശരീരബലം കുറച്ച് ശ്വാസം വിട്ടുകൊണ്ട് വലതുവശം ചെരിയുക. സാവധാനം കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് തന്നെ എണീറ്റിരിക്കാം. സാവധാനം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകൾ ശ്രദ്ധ കൊടുക്കുക. കൈകൾ നല്ലപോലെ ഒന്ന് കൂട്ടിത്തിരുമ്മി ചൂടാക്കി മുഖം തടവുക, തലയൊക്കെ തടവുക, ശരീരമൊക്കെ ഒന്ന് തടവുക. ചുറ്റുപാടുകൾക്ക് സ്വന്തം ശരീരത്തിൽ ശ്രദ്ധ കൊടുത്ത് ശാന്തി സമാധാനത്തോടു കൂടി കണ്ണുകൾ സാവധാനം തുറക്കാം. റിലാക്സേഷൻ അവസാനിപ്പിക്കാം. താങ്ക് യു.